മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോലിപോപ്പ് കാർട്ടാണിത്. ഗൂഗിളിലൊക്കെ ഇമേജ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ലോലിപോപ്പ് കാർട്ടിന്റെ ഒരു ലുക്ക് ഒന്നും ഉണ്ടായില്ല കാണാന്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കണ്ടിട്ട് എന്തോ പോലെ ഉണ്ട്. ഒരു ലോലിപോപ്പ് കാർട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. ഇതൊരു ബിസ്ക്കറ്റിന്റെ ബോക്സ് ആണ്. ഇതിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാർഡ്ബോർഡിനകത്ത് കുറെ വട്ടത്തിൽ വെട്ടിയെടുത്തിട്ടാണ് ഞാൻ ഇതിന്റെ ചക്രമായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചത്. കട്ടിയുള്ള കാർഡ്ബോർഡ് ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഞാൻ ഒരു 2, 3 ലെയർ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 4 സൈഡും വെക്കാനുള്ള ചക്രമൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കളർ പേപ്പർ ഒട്ടിച്ചെടുക്കണം. ബർത്ത്ഡേ മൊത്തത്തിൽ ഒരു കൊക്കോമലന്റെ തീമിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോലിപോപ്പ് കാർട്ടിനും ഞാൻ റെഡും ഗ്രീൻ കളറുമാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിലെ ചക്രമൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞ് പുറകിലോട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് സംഭവം പണി പാളിയെന്ന് മനസ്സിലായത്. അവിടെ ചക്രം ഒട്ടിക്കാനുള്ള സ്ഥലം ഇല്ല. ഗ്ലൂ ഗൺ വെച്ചിട്ടായിരുന്നു ഞാൻ ഒട്ടിക്കുന്നുണ്ടായിരുന്നതെല്ലാം. അത് കാരണം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വലിച്ചിളക്കാൻ നോക്കിയിട്ടൊന്നും അത് പറഞ്ഞു പോരുന്നുമില്ല. എങ്കിൽ പിന്നെ താഴെ കട്ട് ചെയ്തിട്ട് അവിടെ ചക്രം ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. ഈ ലോലിപോപ്പ് കാർട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഓരോ പ്രശ്നങ്ങളാണ്. ഇതിന്റെ താഴെ ഞാൻ തെർമോക്കോൾ വെച്ചിട്ടാണല്ലോ ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് കാരണം ഇതിങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് കുത്തിയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു തരത്തിലും നിൽക്കുന്നുണ്ടായിരുന്നില്ല. മുകളിൽ ഞാൻ ചെറുതായിട്ടുള്ള ഒരു കളർ പേപ്പർ മാത്രമാണ് റെഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ താഴെ ഈ തെർമോക്കോളിൽ കുത്തി വെക്കുമ്പോൾ നിൽക്കുന്ന വിചാരിച്ച്. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല. കുറെ ശ്രമിച്ചു നോക്കി. പിന്നെ ലാസ്റ്റ് ഞാൻ അത് മൊത്തത്തിൽ അങ്ങ് പറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡിനകത്ത് ഞാൻ ഇതുപോലെ കത്രിക കൊണ്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ടാണ് പിന്നെ ഈ റെഡ് കളർ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് കളർ പേപ്പർ.
ഇനി എങ്ങാനും ഇത് അതിനകത്ത് കാർട്ടിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് എങ്ങാനും ലോലിപോപ്പ് അതിനകത്ത് ഇറക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ എല്ലാ ലോലിപോപ്പും ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.